ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ആ ടാസ്കിൻ്റെ രീതി ഇങ്ങനെയായിരുന്നു. ചപ്പൽ തുന്നുക എന്നുള്ളതാണ്. കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അവർ മാത്രമായിരുന്നു ചപ്പൽ തുന്നാനായി ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയിരുന്നത്. അഭിലാഷ്, ഷാനവാസ്, ജിഷിൻ, അക്ബർ, ഒനിൽ, ആദില, നൂറ, ബിന്നി, മസ്താനി, ലക്ഷ്മി. ഇതിൽ ഷൂ ഫാക്ടറിയുടെ ഉടമ നൂറയും നൂറയുടെ അസിസ്റ്റൻ്റ് ജിഷിനും തൊഴിലാളി യൂണിയൻ നേതാവ് അക്ബറുമായിരുന്നു. അവസാനം ചപ്പലുകൾ ഇത്രയും തുന്നിയതിന് ശേഷം അതിനെ വിലയിരുത്താനായി നൂറ വരികയാണ്. നൂറ എല്ലാം ചെക്ക് ചെയ്തിട്ട് 50 ജോഡി ചപ്പലുകളാണ് അവർ തുന്നിയിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ജോലിയെടുത്തു. ഭയങ്കരമായിട്ട് വിയർത്തും കഷ്ടപ്പെട്ടുമാണ് ഇവർ ജോലി എടുത്തേക്കുന്നതെന്ന് വിലയിരുത്തിയിട്ട് ആ ജോലിയുടെ ഇടയ്ക്ക് അക്ബറും ജിഷിനും കൂടി ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. തൊഴിലാളി യൂണിയൻ നേതാവും അസിസ്റ്റൻറ്റും കൂടിയുള്ള തർക്കത്തിനെ തുടർന്ന് നൂറ തൊഴിലാളി യൂണിയൻ നേതാവിനെ മാറ്റാനുള്ള ഉദ്ദേശവും ഒക്കെ ഉണ്ടായിരുന്നു. ഒനിലിനെ അതിന് പകരമായിട്ട് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് വാൺ ചെയ്തു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ചപ്പലിൻ്റെ വിലയിരുത്തൽ നടത്തിയതിന് ശേഷം ഏറ്റവും നല്ലതുപോലെ ജോലിയെടുത്ത വ്യക്തിക്ക് ഗോൾഡ് കോയിനും ഏറ്റവും കുറവ് ചെയ്ത ആളിന് ബ്ലാക്ക് കോയിനും കൊടുക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷവും ഒരുപാട് സമയത്തിന് ശേഷമാണ് നൂറ ഇങ്ങനെ ഗോൾഡ് കോയിൻ ആർക്ക് കൊടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. ആദ്യം എല്ലാ തൊഴിലാളികളെയും ചെയ്ത കാര്യങ്ങളും അവിടെ ഉണ്ടായ സംസാരങ്ങളും എല്ലാം നൂറ ആദ്യം മുതൽ ചെക്ക് ചെയ്തിട്ട് അവരോട് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ന ചപ്പലുകൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മിഷനറീസ് കുറവായിരുന്നു, 2 കത്രിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മാഡം ഞങ്ങൾ ഇവിടെ ഇത്രയും വരെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു നൂറ എത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അവസാനം നൂറ ആദ്യം ഗോൾഡ് കോയിൻ കൊടുത്തത് ബിന്നിക്കാണ്, പിന്നെ മസ്താനിക്ക് കൊടുത്തു, അതിനുശേഷം അഭിലാഷിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി ആർക്കും കൊടുക്കാൻ എനിക്ക് പ്ലാനില്ല, ബാക്കി ആരും കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒനിലാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട ജോലിയെടുത്ത ഒരാളാണ്. അപ്പോൾ ഒനിൽ പറയുന്നുണ്ട് മാഡം ഞാൻ എന്ത് കഷ്ടപ്പെട്ടതാണ്, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് തരാത്തത് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സൈഡിലിരുന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ പിന്നെ ഇത്രയും ആലോചിക്കാൻ ഇത്രയും പണിയെടുത്തിട്ട് എന്നൊക്കെ ആദിലയും പറയുന്നുണ്ട്. അവസാനം തർക്കത്തിൻ്റെ ശേഷം ലാസ്റ്റ് ആദിലയും ലക്ഷ്മിയും കൂടെ വിളിച്ച് കോയിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒനിലിനെ വിളിച്ച് കൊടുക്കുന്നുണ്ട്, ഷാനവാസിനും കൊടുത്തു. തുടക്കം മുതൽ നൂറ പറയുന്നത് ജിഷിനും അക്ബറിനും ഞാൻ ഗോൾഡ് കോയിൻ കൊടുക്കത്തില്ല, ഇവർ തമ്മിൽ ഭയങ്കര തർക്കമായിരുന്നു, ഇവരോട് സംസാരിച്ചത് കാരണം എൻ്റെ ഒച്ച ഇത്രയും പോയി, എൻ്റെ സൗണ്ട് പോയി, ഇവിടെ ഡിസ്റ്റർബായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റെസ്പെക്റ്റായിട്ട് പെരുമാറി, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാന്ന് വിളിച്ചു, തവളയെന്ന് വിളിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഗോൾഡ് കോയിൻ കൊടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ വീണ്ടും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു എത്രയും വേഗം കൊടുക്കണം, സമയം കഴിയാറായി. വീണ്ടും നൂറ എല്ലാവരുടെ അടുത്തുമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. അവസാനം ബിഗ് ബോസ് പറയുകയുണ്ടായി സമയം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇത്രയും പേർക്കും ഹൗസിലേക്ക് വരാം. അങ്ങനെ ഈ ടാസ്കിൽ ജിഷിനും അക്ബറിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഗോൾഡ് കോയിൻ നൂറ കൊടുത്തു.